പാലസ്തീനിൽ ജീവിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ ചോർത്തുന്നു എന്നാണ് പറയാറുള്ളത്. സാധാരണഗതിയിൽ ഇസ്രായേലിന് അത്ര ആവശ്യങ്ങളില്ല. കാരണം എല്ലാ വിവരങ്ങളും ഇസ്രായേലിൻ്റെ കയ്യിൽ തന്നെയാണുള്ളത്. ഏറ്റവും നന്നായി വിവരശേഖരണം നടത്താൻ ശേഷിയുള്ള മൊസാദൊക്കെ തന്നെയാണ് അവരുടെ പക്കലുള്ളത്. പക്ഷേ ഇപ്പോൾ പറയുന്ന പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈക്രോസോഫ്റ്റിൽ നിന്ന് വിവരങ്ങൾ ചോർത്തി എന്നാണ്. അതെങ്ങനെയാണ്? അങ്ങനെ സാധ്യമാണോ? അത് ശരിക്കും നടന്ന സംഭവമാണോ? അത് നടന്ന സംഭവം തന്നെയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം നമുക്ക് പറഞ്ഞു പോകാമെന്ന് തോന്നുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് പേജർ ആക്രമണങ്ങൾ നടന്നായിരുന്നു. ഈ ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ നടത്തിയ ഒരു അറ്റാക്ക് ആയിരുന്നു അത്. പല ഹിസ്ബുള്ളകളും പേജർ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പകുതി, അതായത് പല ഭാഗങ്ങളും ഒക്കെ ഇല്ലാതെയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പോകാൻ പറ്റാത്ത അതെ, വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഇവിടെ പൊട്ടിയപ്പോ ലെബനനിലാണല്ലോ ഇത് പൊട്ടിയപ്പോ ഇതിന്റെ ഭാഗമായിട്ട് ഇറാനിലും പൊട്ടി. ഈ ലെബനിലേക്ക് കൊടുത്തയച്ച സാധനം എങ്ങനെയാ ഇറാനിൽ എത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പൊ അവിടെ ഒരു റൂട്ട് കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ആക്രമണം നടത്തിയത് ഇവരുടെ ഈ ഇസ്രായേലിന്റെ ഇന്റലിജൻസ് വിങ് ആയിട്ടുള്ള രഹസ്യ സൈബർ യുദ്ധ യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് 8200 എന്ന് പറയുന്ന ഒരു വിങ് ആണ്. അവരുടെ സൈബർ വിങ് ആണത്. അതിൽ എടുക്കുന്ന ആളുകളെ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 19-20 വയസ്സ് ഉള്ള ആളുകളെയാണ് അതിലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും വൈബ്രന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയുള്ള ആ ഒരു ടൈമിൽ തന്നെ ഇസ്രായേൽ ഇവരെ എടുത്ത് അവരുടെ എന്താ പറയുക, അവരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ്. അവരുടെ ഒരു പ്രവർത്തനക്ഷമത, ബുദ്ധി ഒക്കെ തന്നെയും അവർ എടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് ഡയറക്ടറിന്റെ ഭാഗമായിട്ടുള്ള ഷ്മോനെ മത്തായും എന്ന് പറയുന്ന ഹീബ്രു നമ്പറുകളിൽ ഇസ്രായേലിൽ അറിയപ്പെടുന്ന പ്രതിരോധ സേനയുടെ സ്പെഷ്യലിസ്റ്റ് സൈബർ വാർഫെയർ ആൻഡ് ഇന്റലിജൻസ് യൂണിറ്റ് ആണ് ഇത് എന്ന് പറയുന്നത്. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരു അറ്റാക്ക് നടത്തിയായിരുന്നു ഈ വിങ് നടത്തിയത് ഈ പറയുന്നത് പോലെ അവരുടെ, അതായത് ഇറാന്റെ ആണവ കേന്ദ്രീകൃത സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അന്ന് നടത്തിയ 2005-10 ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയതാണ്. അതിൽ സ്റ്റക്സ്നെറ്റ് വൈറസ് ആക്രമണമാണ് നടത്തിയത്. ഇത് നടത്തിയതും ഈ പറയുന്ന വിങ് തന്നെയാണ്. ലെബനനിലെ സ്റ്റേറ്റ് ടെലികോം കമ്പനിയായിട്ടുള്ള ഒഗറോയിൽ 2017 നടന്നിട്ടുള്ള സൈബർ ആക്രമണം നടത്തിയിട്ടുണ്ട്. 2018 ഓസ്ട്രേലിയയിൽ നിന്ന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് പറക്കുന്ന ഒരു സിവിലിയൻ വിമാനത്തിന് നേരെ ഐസിസ് നടത്തിയ ആക്രമണത്തെ ചെറുക്കാനും ഈ ഒരു വിങ്ങിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത് പറഞ്ഞതിന് കാരണം ഈ ഒരു വിങ് ആണ് ഈ പറയുന്ന മൈക്രോസോഫ്റ്റുമായി ചേർന്നുകൊണ്ട് ഈ ഒരു എന്താ പറയാ വിവരശേഖരണം നടത്തിയിട്ടുള്ളത്. ചോർച്ച എന്നൊക്കെ പറയാൻ പറ്റുമോ എന്നറിയില്ല. വിവരശേഖരണം നടത്തി എന്ന് പറയുമ്പോഴും ഇവർ ശേഖരിച്ചിട്ടുള്ള പലസ്തീനിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിവരങ്ങളൊന്നുമല്ല. അത് കിട്ടിയിട്ട് ഇസ്രായേലിന് എന്തോ ചെയ്യാനാണ്? ഇസ്രായേലിന് വേണ്ടത് ഭീകരരുടെ വിവരം മാത്രമാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതെയാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ശ്രമവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അപ്പൊ അതിന് ഇവരെ ഏർപ്പെടുത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൊസാദിന് ഈ പറയുന്ന മൊസാദ് പോലെ തന്നെ മറ്റൊരു വിങ്ങാണ് ഇവരുടെ ഈ ഒരു യൂണിറ്റ് 800 എന്ന് പറയുന്നത്. ഷിൻബിറ്റ് എന്ന് പറയുന്ന വേറൊരു വിങ് ഉണ്ട്. അങ്ങനെ പല വിങ്ങുകളുണ്ട്. നമുക്കും ഇത്തരത്തിലുള്ള ഏജൻസികളിൽ പല വിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന മൈക്രോസോഫ്റ്റിന്റെ അഷ്വർ എന്ന് പറയുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോം ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്നാണ് ഇപ്പൊ പറയുന്നത്. ഇത് വെറുതെ അങ്ങ് ചെന്ന് വാങ്ങിയതൊന്നുമല്ല. അവര് മൈക്രോസോഫ്റ്റിന്റെ CEO ആയിട്ടുള്ള സത്യ നദലയുമായിട്ട് ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കരാറിന്റെ ഭാഗമായി തന്നെ, അതായത് അവരുമായി ചേർന്ന് സംസാരിച്ച് എല്ലാ കാര്യങ്ങളിലും ഡീലിംഗിൽ എത്തിയതിനു ശേഷം നടത്തിയിട്ടുള്ള ഒരു വിവരശേഖരണമാണ് നടത്തിയിട്ടുള്ളത് എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ വലിയ വിഷയമൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കേസ് നടത്തിപ്പ് എന്ന് പറയുന്നത് കേവിങ്ടൺ ആൻഡ് ബെർലിംഗ് എന്ന് പറയുന്ന നിയമസ്ഥാപനത്തിലെ അഭിഭാഷകരാണ്. അങ്ങനെ ഒരു നിരീക്ഷണമൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ സേവന നിബന്ധനകളുടെ ഒരു ലംഘനം തന്നെ ആയിരിക്കും. കാരണം മൈക്രോസോഫ്റ്റ് ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും ഒരു സേവന വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. ആ കരാറ് ലംഘിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടി അതിൽ വരും. ഇതിപ്പോ 2ാമത്തെ തവണയാണ് ഇസ്രായേൽ സർക്കാരുമായിട്ട് ചേർന്നുകൊണ്ട് മൈക്രോസോഫ്റ്റ് ഇത്തരത്തിലുള്ള ഒരു കരാർ ലംഘനമൊക്കെ നടത്തി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ വരുന്നതും പരിശോധന നടത്തുന്നതുമൊക്കെ. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാരൊക്കെ മൈക്രോസോഫ്റ്റിന്റെ ചില പരിപാടികളൊക്കെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് അതിലൊരു
തെറ്റ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്തിരിക്കുന്നത് തെറ്റാണോ, അതായത് ഇവർ പറഞ്ഞിരിക്കുന്ന സേവനങ്ങളിൽ നിന്ന് ഇവർ വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ്. സാധാരണക്കാരന് നേരെയുള്ള കടന്നുകയറ്റമല്ല, മറിച്ച് ഭീകരരുടെ വിവരങ്ങളാണ്. ഇവര് എലികളെ പോലെ മാളങ്ങളിലാണ്, തുരങ്കങ്ങളിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന് മേലിലേക്കുള്ള ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴാണ് സാധാരണക്കാര് കൊല്ലപ്പെടുന്നത്. അത് മനഃപൂർവ്വമല്ലെങ്കിലും അത് സംഭവിക്കുന്നുണ്ട്. അത് തെറ്റാണോ സാധാരണക്കാരൻ കൊല്ലപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഹ്യൂമൻ ഷീൽഡ് ഉപയോഗിക്കുമ്പോൾ കാര്യമാണ്, അവരെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇവരെ ഇല്ലാതെയാക്കുക എന്നുള്ളതും ഒരു പ്രധാനമായിട്ടുള്ള ഒരു ദൗത്യമല്ലേ. ഒരു നാട്, ആ നാട് ഉണ്ടായ കാലം മുതൽ ചുറ്റോട് ചുറ്റും നിന്നിട്ട് അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കണേ. ഓരോ തവണയും ഇവർ ഇത് ആക്രമണം ഇനി ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും അവർ കരുതിയിരിക്കുകയാണ്. ആ കരുതിയിരിക്കേണ്ടി വരും. നമ്മുടെ നാട്ടിൽ ഏത് നിമിഷവും ഒരു ആക്രമണം ഉണ്ടാവും എന്ന് പറഞ്ഞ് കരുതിയിരിക്കുന്ന നമ്മളെ പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം ഭീതിതമാണ് അവരുടെ ജീവിതം, അല്ലെ? നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാവുന്നത് പോലും അല്ലാതെ എന്നുള്ളത്. അപ്പൊ ഇസ്രായേൽ കാലങ്ങളായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹമാസുകൾ പോയി നേരെ ചോദിച്ചു വാങ്ങിയതാണ്. നിങ്ങൾ തന്നോളും, ഞങ്ങൾ വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിയത്. അവരുടെ സാമ്പത്തിക ദിവസം അവർ സ്വസ്ഥമായി അവരുടെ വീടുകളിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ഹമാസോളികൾ ചെന്ന് കയറി കൊടുത്തത്. അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തികളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതെന്നല്ല. വളരെ നികൃഷ്ടമായ രീതിയിൽ സ്ത്രീ ശരീരത്തോട് പെരുമാറാവുന്ന തരത്തിലെല്ലാം പെരുമാറി കൊന്ന് കെട്ടി തൂക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഈ പറയുന്ന മാധ്യമങ്ങൾക്കോ ഈ പറയുന്ന അന്താരാഷ്ട്ര സമൂഹത്തിനോ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ മറിച്ചു ഇവരെ ഈ ഭീകരരെ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പടച്ചുവിടുന്നുണ്ട്. ഒരു പക്ഷെ ഒരു രാജ്യത്തിന് നിലനിൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, അതിന് ഇത്തരം പ്രവർത്തനങ്ങൾ അത്യാവശ്യമാണെങ്കിൽ അവരത് ചെയ്യും. അതിന് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ വരുമ്പോൾ ഇത് കുറ്റമാണ് എന്നുണ്ടെങ്കിൽ അതിന് വിധേയപ്പെടേണ്ടതുണ്ട്. അതുമായി സഹകരിക്കേണ്ടതുണ്ടെങ്കിൽ ഇസ്രായേൽ സഹകരിക്കട്ടെ. പക്ഷേ പല അജ്ഞാതരും ഇസ്രായേലിന്റെ മൊസാദ് ചാരന്മാരെ എവിടെയൊക്കെ കടന്നു ചെന്ന് എന്തെല്ലാം നടത്തിയിട്ടുണ്ട്, ഇസ്രായേൽ അതൊക്കെ സമ്മതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ സമ്മതിച്ചിട്ടില്ല. കാരണം അവർക്കത് സമ്മതിക്കാൻ കഴിയില്ല. ഇപ്പൊ തന്നെ നമ്മുടെ നാടിനെ പറ്റി പറയുന്നുണ്ടല്ലോ, നേരത്തെ മൊസാദിനെ പറ്റി മാത്രമായിരുന്നു പറയുന്നത്. ഈ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലൊക്കെ അജ്ഞാതർ ഇപ്പൊ കൊല്ലപ്പെടുമ്പോൾ റോയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കൊല്ലപ്പെടുന്നതെല്ലാം നമ്മളുമായി നമുക്ക് കൂടി എന്താ പറയാ ഭീഷണിയായിട്ടുള്ള ആളുകളാണ്. അപ്പൊ നമ്മളാണോ എന്ന് ചോദിക്കുന്നത് നമ്മളല്ല, നമ്മളത് ചെയ്തിട്ടില്ല, നമുക്കതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അത് തന്നെ ആയിരിക്കാം കാലാകാലങ്ങളായിട്ട് ഇസ്രായേൽ ചെയ്യുന്നത്. അതിൽ തെറ്റു പറയാൻ പറ്റുമെന്നും തോന്നുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.